ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ ഉളു എടുക്കുന്ന ആളുകളാണ്. ഉളുവിന്റെ ശേഷം പരിശുദ്ധ ഖുർആനിലെ ഒരു കുഞ്ഞു സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന കൂലിയെ കുറിച്ചാണ്. ഏതാണ് അത്ഭുതകരമായ ചെറിയ സൂറത്തെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ ഉളു എടുക്കുന്ന ആളുകളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ്, ഒരു അമലാണ് ഉളു എടുക്കുക എന്ന് പറയുന്നത്. അല്ലെ, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഉളു ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. 5 വക്ത് നിസ്കരിക്കണേ ഉളുവാണ് വേണം. തഹജ്ജുദ് നിസ്കരിക്കണേ ഉളുവാണ് വേണം. ഏത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിലും ഉളു വേണം. പരിശുദ്ധ ഖുർആനിനെ തുടരണമെങ്കിൽ ഉളു വേണം. അപ്പോൾ ഉളു എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ ഉളുവിന്റെ ശേഷം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അമലുകൾ ചെയ്യാൻ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉളുവിന്റെ ശേഷം 3 പ്രാവശ്യം അത്ഭുതകരമായ ഒരു സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളത്. ഈ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഉളുവിന്റെ ശേഷം 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഒട്ടനവധി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നും സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ അത്ഭുതകരമായ സൂറത്ത്? സൂറത്തുൽ ഖദറാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സൂറത്തുൽ ഖദർ കാണാതെ അറിയും. മദ്രസകളിലൊക്കെ സൂറത്തുൽ ഖദർ കാണാതെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും പവറാണ് സൂറത്തുൽ ഖദറിന് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക? ആദ്യം ഞാൻ സൂറത്തുൽ ഖദർ ഒന്ന് ഓതി കേൾപ്പിക്കാം. അതിനുശേഷം സൂറത്തുൽ ഖദറിനെ കുറിച്ച് എന്താണ് റസൂലുള്ള പഠിപ്പിച്ചത്, എന്താണ് മഹാന്മാര് പഠിപ്പിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. സൂറത്തുൽ ഖദറിനെ കുറിച്ച് നമ്മളെ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. മൻ ഖറഅ ഇന്നാ അൻസൽനാഹു ബഅദൽ വുളൂഇ 3 മർറാ. ഒരാൾ വുളൂ എടുത്തതിന് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അഅതാഉല്ലാഹു അജ്റ അൽഫ ഷഹീദ്. 1000 ഷഹീദിന്റെ, 1000 രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി പോരാടിയ ബദരീങ്ങളില്ലേ, ഇസ്ലാമിന് വേണ്ടി പോരാടിയ ശുഹദാക്കളില്ലേ, അതേ ഖന്ദഖീകളില്ലേ, അങ്ങനത്തെ 1000 ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ മതി. അല്ലാഹു ഓതാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തുൽ ഖദറിനെ കുറിച്ച് എത്രയാണ് മഹത്വങ്ങൾ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉളൂവിന്റെ ശേഷമെന്നല്ല, അല്ലാത്ത സമയങ്ങളിലും സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനവധി മഹത്വങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. മങ്കറ സൂറത്തുൽ ഖദർ മിഅത മറ, ഒരാൾ 100 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അദ്ഖലല്ലാഹു ഇസ്മഉൽ അഅ്ലം ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മുൽ അഅ്ലമാകുന്ന അല്ലാഹുവിന്റെ അതിമഹത്തായ പേര് അറിയിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന പേര് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചില്ലറക്കാർക്കൊന്നും അല്ലാഹു അറിയിച്ചു കൊടുക്കൂല, എല്ലാ ആളുകൾക്കൊന്നും അല്ലാഹു അറിയിച്ചു കൊടുക്കൂല. അല്ലാഹുവിന്റെ പ്രധാനികൾക്ക് ഇസ്മുൽ അഅ്ലമാകുന്ന ഇസ്മ അല്ലാഹു അറിയിച്ചു കൊടുക്കുള്ളൂ. എന്നാൽ ഒരാള് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 100 പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ഇസ്മുൽ അഅ്ലമാകുന്ന അല്ലാഹുവിന്റെ അതിമഹത്തായ പേര് അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. വയദഉ ദാലികൽ അബ്ദു ബിമാ ശാഅ, ആ ഇസ്മു കൊണ്ട് ഒരാൾ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അവന്റെ ഹാജത്തുകൾ, അവന്റെ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഇസ്മുൽ അഅ്ലം നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതിനെന്ത് വേണം? എല്ലാ ദിവസവും സൂറത്തുൽ ഖദർ 100 പ്രാവശ്യം പാരായണം ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല മഹാന്മാര് പറയുന്നുണ്ട്, പാവപ്പെട്ടവർക്ക്, പാവപ്പെട്ടവനെ സമ്പന്നനാക്കുന്ന സൂറത്താണ്. പാവപ്പെട്ടവനെ സമ്പന്നനാക്കും സൂറത്തുൽ ഖദർ. എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, ഒരു ദിവസത്തെ ചെലവിന് പോലും കയ്യിൽ ക്യാഷില്ലാത്ത ആളുകളുണ്ട്, വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഭക്ഷണമില്ല, കൂട്ടാൻ വെക്കാനൊന്നുമില്ല, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ ക്യാഷില്ല എന്ന് പറയുന്ന എത്ര ആളുകളാണ്. ചൊല്ലിക്കോളൂ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഖദർ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പാവപ്പെട്ടവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് സമ്പന്നനാക്കുകയാണ്. വഇസ്സുൽ ലിൽഉഫാ, ബലഹീനരായ ആളുകൾക്ക് അതൊരു യോഗ്യതയാണ്. ജനങ്ങളുടെ ഇടയിൽ നല്ല യോഗ്യത ഉണ്ടാകും, നല്ല സ്ഥാനം ഉണ്ടാകും. ഒരാളും നിന്നെ തരം താഴ്ത്തൂല. ആര് നിന്നെ തരം താഴ്ത്താൻ ശ്രമിച്ചാലും നീ തരം താഴൂല. അതിന്റെ കാരണം എന്താണെന്നറിയോ? നീ സൂറത്തുൽ ഖദർ ഓതി എന്നുള്ളതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഖദർ ഒരിക്കലും ഒഴിവാക്കരുത്. വദഫുൽ ബലാഗ്, ആഫത്ത് മുസീബത്തുകൾ, ബലാഗുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് കൊണ്ട് തട്ടും. ല്ലേ, ആഫത്ത് മുസീബത്തുകൾ അധികരിച്ച അതിഭയാനകരമായ വളരെ മോശമായ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ സൂറത്തുൽ ഖദർ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. എന്നാൽ ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കും, നമ്മളെ മക്കളെ കാക്കും. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ പാലക്കാട് ജില്ലയിൽ പരീക്ഷ കഴിഞ്ഞു പോകുന്ന 4 സ്കൂൾ കുട്ടികളുടെ തലയിലേക്ക് പടുകൂറ്റൻ ലോറി വന്ന് വീടുകയാണ്. അപകടം സംഭവിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളെ കാക്കട്ടെ, നമ്മളെ കുടുംബങ്ങളെ കാക്കട്ടെ, ഭർത്താക്കന്മാരെ കാക്കട്ടെ, ഭാര്യമാരെ കാക്കട്ടെ, മാതാപിതാക്കളെ കാക്കട്ടെ, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാരെ അല്ലാഹു കാക്കട്ടെ, നമ്മളെ കുടുംബക്കാരെ മുഴുവനും അല്ലാഹു കാക്കട്ടെ. അയൽവാസികളെയും വല്ലുപ്പമാര്, ഭക്ഷണം തന്നവരുണ്ട്, നമ്മളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, കൂട്ടുകാര്, എല്ലാവരെയും ഇത്തരം ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ ആക്സിഡന്റുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഖദർ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആഫത്ത് മുസീബത്തുകളെ തൊട്ട് സംരക്ഷണമാണ്. അതുപോലെ മഹാന്മാര് പറയുകയാണ്, രോഗത്തിനുള്ള മരുന്നാണ്. എത്ര രോഗികളാണ് രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, കാലുവേദനയാണ്, വെരിക്കോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെവി വേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തലവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കിഡ്നിക്ക് അസുഖമാണ്, ഷുഗറാണ്, പ്രഷറാണ്, ക്യാൻസറാണ്, രക്തസംബന്ധമായ അസുഖമാണെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. സൂറത്തുൽ ഖദറിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ആയിരാരോഗ്യം കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് രോഗം മാറാനുള്ള മരുന്നാണ്. നമ്മൾ ഗുളിക കൊടുക്കൂലേ എന്നതുപോലെ സൂറത്തുൽ ഖദർ ഓതുക. അതിന്റെ അർത്ഥം ഗുളിക കൊടുക്കണ്ടാവുമല്ലോ, ഗുളിക ഒളിച്ചോളി.
ഗുളിക കുടിച്ചോളിയും. ഏതായാലും അതിൻ്റെതായ ബർക്കത്ത്, സൂറത്തുൽ ഖദറിന്റെ ബർക്കത്ത് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മാത്രമല്ല അംനും മിനൽ അദാബ്, അല്ലാഹുവിന്റെ അദാബിൽ നിന്നുള്ള സംരക്ഷണമാണ്. എത്ര അദാബുകൾ നമ്മൾ നേരിടാനുണ്ട്. നമ്മളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഖബർ മുതൽ പിന്നെ അല്ലാഹുവിന്റെ അദാബുകൾ മാത്രമേ ഉള്ളൂ. നരകം, സിറാത്ത് പാലം, മഹ്ശറ, വിചാരണ, സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കും. ഇതൊക്കെ നമ്മൾ നേരിടണം. ഈ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യാൻ ആരിഫീങ്ങളാണ് നിർദ്ദേശിക്കുന്നത്, മഹാന്മാരാണ് നിർദ്ദേശിക്കുന്നത്. മാത്രമല്ല വകാന കാരിവ അല സിഖത്തി വൽ ആഫിയത്തി വസ്സലാമ, സൂറത്തുൽ ഖദർ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും, നല്ല ആഫിയത്ത് കൊടുക്കും. തളർവാദം ഉണ്ടാവൂല, തളർവാദം ഉണ്ടാവൂല, ക്ഷീണം ഉണ്ടാകൂല. എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കുന്ന നല്ല ആരോഗ്യം ഉണ്ടാവും. ആ തളർച്ചയും ആ ഉറങ്ങി തൂങ്ങിയ ചില ആളുകൾ കണ്ടിട്ടില്ലേ, എപ്പോഴും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിന്റെ കാര്യം, ആ സ്വഭാവമൊക്കെ മാറും. നല്ല ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നല്ല കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എപ്പോ? സൂറത്തുൽ ഖദർ ഓതി കഴിഞ്ഞാൽ. മാത്രമല്ല വസ്സലാമ, അള്ളാന്റെ സംരക്ഷണം ഉണ്ട്. ആരെ സംരക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആരെ സംരക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാന്റെ സംരക്ഷണം വേണം. സൂറത്തുൽ ഖദർ ഓതി കഴിഞ്ഞാൽ അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും മുഅ്മിനീങ്ങളെ. മാത്രമല്ല വമൻ ഖറഅഹാ വസിഅ ഫീ ഹാജതിഹി, ഒരാൾ സൂറത്തുൽ ഖദർ ഓതി കഴിഞ്ഞാൽ അവന്റെ ഹാജത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത ചെയ്തു കൊടുക്കും. ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നുള്ളതാണ്. ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. എത്ര മഹത്താണ് ഒരു ചെറിയ സൂറത്ത് കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. എത്ര സൂറത്തുൽ ഖദർ ഒരു മിനിറ്റ് കൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ ഓതാ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അതൊരു 1000 പ്രാവശ്യം ഓതാൻ പറഞ്ഞാലും അതൊരു കുഴപ്പമൊന്നുമല്ല. കാരണം ഇത് അള്ളാന്റെ ഖുർആനാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് അത് വലിയൊരു ആവേശമാണ്, അത് വലിയൊരു സമാധാനമാണ്. സൂറത്തുൽ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അത് സൂറത്തുൽ ബഖറയാവട്ടെ, യാസീനാവട്ടെ, അതല്ലെങ്കിൽ ഖത്തം തീർക്കാവട്ടെ, ഖുൽ ഹുവല്ലാഹു സൂറത്താവട്ടെ, ഇന്നാത്തിനാക്കൽ ഖുസൂർ സൂറത്താവട്ടെ, ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും ഓതുന്ന സ്ഥലത്ത് വീട്ടിൽ സമാധാനം ഉണ്ടാകും, റാഹത്ത് ഉണ്ടാകും, ഐക്യം ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല, അള്ളാന്റെ കാവലുണ്ടാകും, പിശാചിനെ നമ്മളെ ശല്യം ചെയ്യാൻ കഴിയൂല. അതാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, അഭിമാനം നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി തരട്ടെ, ദാരിദ്ര്യത്തിനിട്ടുള്ള കാക്കട്ടെ, ആഫിയത്തും ആരോഗ്യം നൽകട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ, മക്കൾ ബർക്കത്ത് നൽകട്ടെ, കടങ്ങളെ തൊട്ടുള്ള ഞങ്ങളെ കാക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലൊക്കെ സമാധാനവും ഐക്യവും നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പലരും പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം. എന്ത് ഉദ്ദേശം ഉണ്ടെങ്കിലും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ, വല്ലുപ്പ വല്ലുമ്മമാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ അയൽവാസികളുണ്ട്, ഞങ്ങളെ കൂട്ടുകാരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. രോഗശൈലിയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവസാനം നീ മോശമാക്കല്ല അല്ലാ, മോശമാക്കല്ല അല്ലാ, മോശമാക്കല്ല അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه
عليه وسلم. السلام عليكم ورحمة الله وبركاته.